എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.5 വർഷം മുന്നേ ഇന്ത്യൻ സർക്കാർ നിരോധിച്ച ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDP-യെ കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ ഒരുങ്ങുന്നു. വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അധികം ചർച്ച ചെയ്തില്ല, ഇത് അധികം ചർച്ച ചെയ്യാനും സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം ജനങ്ങളോട് ഉണ്ടാകും. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ 2.5 വർഷം മുന്നേ നിരോധിക്കുമ്പോൾ SDP നിരോധിച്ചില്ല? അതിന് വ്യക്തമായ കാരണമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ അതുമാത്രമല്ല, എന്തുകൊണ്ട് ഇപ്പോൾ SDP നിരോധിക്കാൻ ഒരുങ്ങുന്നു അതും ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്തുകൊണ്ട് അന്ന് SDP കേന്ദ്രം നിരോധിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് SDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് ഒരു ഭീകര സംഘടന, ഇതൊരു ഭീകരവാദികളുടെ ഒരു സംഘടനയാണിത്. എന്നിരിക്കെ അവർ രാഷ്ട്രീയ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, MLA-മാരാവാം, MP-മാരാവാം, മന്ത്രിമാരാവാം. ഇന്ത്യ രാജ്യം വരെ ഭരിക്കാനുള്ള അവകാശം സാധാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അവകാശം ഈ ഭീകര സംഘടനകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നിരോധിക്കാൻ ഇന്ത്യൻ സർക്കാരിന് പറ്റില്ല. അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ പക്കൽ ഒരുപാട് സോളിഡ് പ്രൂഫ് ഉണ്ടായിരുന്നു. അവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം പിൻകോഡ് സഹിതം ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത്തരം തെളിവുകൾ SDP-ക്കെതിരെ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഏകദേശം 2022 സെപ്റ്റംബർ 22 തീയതിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. അതായത് പുലർച്ചെ NIA-യുടെ ഉദ്യോഗസ്ഥരും CRPF ജവാന്മാർ ഫുൾ ഓർഡർ AK-7 തോക്കുകളുമായി ഫ്ലൈറ്റ്, ഹെലികോപ്റ്റർ അങ്ങനെ എല്ലാം പിടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പുലർച്ചെ അതായത് ഏകദേശം 3-3:30 സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ വീട്ടിൽ ചെന്ന് അവരുടെ നേതാക്കന്മാരെ കട്ടിൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ടുപോയി. അടിവസ്ത്രം മാറാൻ പോലും അവസരം കൊടുത്തില്ല. അങ്ങ് ഡൽഹിയിലെത്തിയതിന് ശേഷമാണ്, ഡൽഹിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ പോലും അറിയുന്നത്. അപ്പോൾ അന്ന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പക്കൽ. അതുകൊണ്ട് തന്നെയാണ് ഈ സുഡാപ്പികളെ നിരോധിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഒരുപാട് ആളുകൾ സംശയം ഉന്നയിച്ചിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ട് എന്ത് കാര്യം? എന്നുവെച്ചാൽ അവന്മാരുടെ രാഷ്ട്രീയ രൂപമായ SDP ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഈ ഭീകരവാദികളൊക്കെ ഇതിൽ തന്നെ പ്രവർത്തിക്കുള്ളൂ, അതുകൊണ്ട് എന്ത് കാര്യം എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തൊട്ട് ഇവന്മാരെയൊക്കെ ലോക്ക് ചെയ്യായിരുന്നു. ഇവന്മാരുടെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സർക്കാർ മാന്തി പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാരുടെ സാമ്പത്തിക സ്രോതസ് എല്ലാം അടഞ്ഞിരിക്കുകയാണ്. സമസ്ത മേഖലയിൽ നിന്ന് ഇവന്മാരുടെ സാമ്പത്തിക സ്രോതസ് ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. അവന്മാരുടെ കുറേ സ്വത്തുവകകൾ, ഇന്ത്യയിൽ അങ്ങിങ്ങായിട്ടുള്ള സ്വത്തുവകകൾ, ഏകദേശം 300 കോടിയോളം രൂപ വരുന്ന സ്വത്തുവകകൾ ഇന്ത്യൻ സർക്കാർ കണ്ടുകെട്ടി. അത് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം വാർത്തയാക്കിയില്ല. ദേശീയ മാധ്യമങ്ങൾ അതായത് ഇവന്മാരുടെ പ്രോപ്പർട്ടീസൊക്കെ സീസ് ചെയ്ത കാര്യം, അറ്റാച്ച് ചെയ്ത കാര്യം ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ, പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, ഒരാൾ പോലും ആ വാർത്ത കേരളത്തിലെ ജനങ്ങളോട് വിളിച്ച് പറഞ്ഞില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, അതായത് ഇവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാരണം അവരുടെ വിരൽത്തുമ്പിൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നു. കേരളത്തിലെ ജനങ്ങൾ എല്ലാം അറിഞ്ഞിരുന്നു. പക്ഷേ ഇതേപോലെ തന്നെ ഇപ്പോൾ SDP-ക്ക് നിരോധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. ഏകദേശം ഈ ഏപ്രിൽ മാസത്തിന് മുന്നേ തന്നെ ഇവന്മാരെ നിരോധിക്കാനാണ് സാധ്യത. അതിനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ ശേഖരിച്ച് കഴിഞ്ഞു. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. കേരള ജനത ഒരിക്കലും മറക്കാത്തൊരു സംഭവമായിരുന്നു. അവിലും മലരും വാങ്ങി വെച്ചോ, കുന്തിരിക്കം വാങ്ങി വെച്ചോ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർന്ന് വെച്ച് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചില്ലേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികൾ ആലപ്പുഴയിൽ നടന്ന. അതിനുശേഷമാണല്ലോ ഇവന്മാരെ നിരോധിച്ചത്. അപ്പോൾ അതൊരു കാരണം മാത്രമാണ്. അതാണ് ലാസ്റ്റ് നടന്ന സംഭവം. അതുമാതിരി ഇപ്പോൾ SDP-യെ കേന്ദ്രീകരിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ, തെളിവുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം കുറച്ചുനാൾ മുൻപേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ED ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് 16,000 അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ വെളിയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ടും മറ്റേ SDP-ക്ക് വേണ്ടിയിട്ടും ആൾക്കാർ പൈസ സ്വരൂപിച്ചു. എന്തിന്? ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാനും, ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാനും, ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ കോടികളാണ് പിരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 10,000 അക്കൗണ്ട്. ഈ 16,000 അക്കൗണ്ടുകളിൽ 10,000 അക്കൗണ്ടുകൾ മലയാളികളായിരുന്നു എന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അത് ഈ ED അടുത്തിടെ ആണ് പുറത്തുവിട്ടത്. അവർക്കിനി ഒരു കാലത്തും ഇന്ത്യയിൽ കാലുകുത്താൻ പറ്റില്ല. ഇന്ത്യയിൽ കാലുകുത്തിയാൽ അന്ന് തന്നെ ഇവന്മാരെ NIA തൂക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും ഇവന്മാരെ പൊക്കാൻ വേണ്ടിയിട്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലായത് എങ്ങനെ? ഇത് പുറത്തായത് എങ്ങനെയാണെന്നറിയോ? അതായത് കുറച്ച് ദിവസം മുന്നേ, ഏകദേശം 1-1.5 മാസം മുന്നേ, ഒരു ബീഹാറി സുഡാപ്പി മുഹമ്മദ് ആലം എന്ന് പറയുന്ന ഒരു സുഡാപ്പിയെ NIA ഡൽഹി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അവൻ്റെ പക്കൽ നിന്ന് ഒരുപാട് സുപ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചു. അതാണ് അവൻ്റെ പക്കൽ നിന്നാണ് ഈ 10,000 അക്കൗണ്ടുകൾ, ഈ 16,000 അക്കൗണ്ടുകളിൽ 10,000 അക്കൗണ്ടും മലയാളികൾ ആയിരുന്നു എന്നുള്ള ഒരു സുപ്രധാനപ്പെട്ട വിവരം ലഭിച്ചത് ആ സുഡാപ്പിയുടെ പക്കൽ നിന്നായിരുന്നു. അപ്പോൾ അവനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ കേരളത്തിലെ SDP-ക്കെതിരെ ഒരുപാട് തെളിവുകൾ ലഭിച്ചു. അവർ ഒരുപാട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുഴുകിയിരിക്കുകയാണ്. നമുക്കറിയാം, കുംഭമേളയിൽ പോലും അപകടം ഉണ്ടാക്കിയതിന് പിന്നിൽ മൂവാറ്റുപുഴ, ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുള്ള സുഡാപ്പികളാണെന്നുള്ള വിവരം ഓൾറെഡി ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവർ ഏകദേശം ആദ്യം പറഞ്ഞല്ലോ, കുംഭമേള ഉണ്ടാക്കുന്ന 120 പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ആ സംഘത്തിൽ 5-6 മലയാളികൾ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞാണ്.
അപ്പോൾ അവർ സഞ്ചരിച്ചത് എന്താ പറയുക സംഭാലിൽ നിന്നായിരുന്നു പറഞ്ഞിരുന്നു. ഈ മൂവാറ്റുപുഴയിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള മലയാളികൾ എങ്ങനെ സംഭാലിലെത്തി അതൊക്കെ ഇപ്പോൾ ഓൾറെഡി തെളിവ് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ 120 എന്ന് പറയുന്ന ഒരു ടീമിനെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ ഈ കുംഭമേള അപകടത്തിന് കാരണക്കാരായ ആൾക്കാരെ പൊക്കാൻ വേണ്ടി. അത് 120 ആൾക്കാരെയും പൊക്കി എന്നാണ് വിവരം. ഈ മലയാളികൾ അതിലുണ്ട് എന്നാണ് ഏകദേശം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. 6 അല്ല 10ഓളം മലയാളികളെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് വിവരം. ഇവരൊക്കെ SDPI പ്രവർത്തകരാണ് എന്നുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല വിവരങ്ങളും NIAക്കും കേന്ദ്ര ഏജൻസികൾക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവന്മാരെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം പാലക്കാട് തൃത്താലയിൽ നടന്നൊരു പള്ളി ഉറൂസുമായി നടന്നൊരു പരിപാടിയിൽ ആനപ്പുറത്ത് ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ള നേതാക്കന്മാരെയും ഹിസ്ബുള്ള തീവ്രവാദികളൊക്കെ എഴുന്നള്ളിപ്പിച്ചു അവരുടെ ചിത്രങ്ങൾ വെച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയും ലോകത്തിൽ എത്രയോ ജനങ്ങളെ കൊന്നൊടുക്കുന്നത്, അതായത് അവിടുത്തെ കുട്ടികളും സ്ത്രീകളൊക്കെ ചാകട്ടെ, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പടപൊരുതാം, കാശുണ്ടാക്കുക എന്ന് പറയുന്ന സുഡാപ്പിയായിരുന്നു ഈ എന്താ പറയേണ്ടത് ഈ ഹമാസിൻ്റെയൊക്കെ നേതാക്കന്മാർ. അപ്പോൾ അവന്മാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളൊക്കെ അവന്മാർക്ക് ജയ് വിളിക്കുന്നു. ആലോചിച്ചൊക്കെ കാര്യങ്ങൾ കിടപ്പെന്താണ്. അപ്പോൾ ഇപ്പോഴും സംശയം ഉണരുന്നത് ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ട് ഹമാസിനെ നിരോധിക്കുന്നില്ല എന്ന്. അതിന് വ്യക്തമായി ഹമാസിനെ നിരോധിക്കുന്നില്ല, ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കുന്നില്ല എന്ന്. അതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതിന് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് CA NRC സമരം 3 മാസത്തോളം ഡൽഹി വരെ സ്തംഭിപ്പിച്ച് നീണ്ടു. അന്നിവിടെ എല്ലാ മാധ്യമങ്ങളും BJP പ്രവർത്തകരും പോലും ചോദിച്ചു എന്തുകൊണ്ട് ഇവന്മാരെ അടിച്ചൊതുക്കുന്നില്ല. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുമ്പോൾ ഇവന്മാരെ എന്തുകൊണ്ട് അടിച്ചൊതുക്കുന്നില്ല എന്ന് എല്ലാ ജനങ്ങളും ചോദിച്ചാണ്. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതായത് ഇവന്മാരുടെ സോഴ്സ് എന്താണ്, ഇവൻ മാളത്തിൽ വിളിക്കുന്ന എല്ലാ സുഡാപ്പികളും എടുത്ത് പുറത്തിടാൻ വേണ്ടിയിട്ടായിരുന്നു പർപ്പസ്ഫുള്ളി അങ്ങനെ മൗനം പാലിച്ചെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിക്കുന്നില്ല എന്നതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. ഇത്തരം ആൾക്കാരെ പുറത്ത് കൊണ്ടുവരാൻ തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ. ഇപ്പോൾ നേരെ മറിച്ച് ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടന പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ തൃത്താലയിൽ ഈ സുഡാപ്പികൾ ഈ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അതായത് ഇവന്മാരെ ആനത്തടമ്പ് എഴുന്നള്ളിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ പുറത്തായില്ലേ, ഇവന്മാരുടെ തനിനിറം പുറത്തായില്ലേ, ആൾക്കാർക്ക് മനസ്സിലായില്ലേ ഇവന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ ആൾക്കാർ മനസ്സിലായില്ലേ. വെറുതെയല്ല കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഡിലേ ഇടുന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഹമാസിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളൊരു വ്യക്തമായ ആൻസറാണ് തൃത്താലയിൽ കണ്ടത്. എല്ലാ സുഡാപ്പികളും പുറത്ത് ചാടി. അതായത് മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ VT ബൽറാമൊക്കെ എന്താ പറഞ്ഞതെന്ന് അറിയോ, അതായത് ഈ ഹമാസിൻ്റെ തീവ്രവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് പിന്നെ ചർച്ച ചെയ്യാം, പക്ഷേ ഈ വിഷയം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, അതായത് സംഘികൾ ചർച്ച ചെയ്യുന്നത് അത് അവസാനിപ്പിക്കണം. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ടിവിറ്റിയാണെന്നുള്ള രീതിയിലാണ് VT ബൽറാം അടക്കം പറഞ്ഞത്. പക്ഷേ ഗുരുതരമായ തെറ്റാണ്. അതായത് ഈ ഹമാസ് തീവ്രവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് പിന്നെ ചർച്ച ചെയ്യാം, അത് സെക്കൻഡറിയാണ്. പ്രൈമറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃത്യം ചെയ്തവന്മാരെ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുന്നവർ, അതായത് അതിനെതിരെ വിളിച്ചു പറയുന്ന ആൾക്കാരാണ് പ്രശ്നം. അപ്പോൾ മനസ്സിലായില്ല ആരൊക്കെയാണ് ഈ ഹമാസിനെ ഇത്തരം തീവ്രവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തമായില്ലേ. അപ്പോൾ അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഒരുപാട് തെളിവുകൾ ഇപ്പോൾ ഓൾറെഡി SDP നിരോധിക്കാനുള്ള തെളിവുകൾ ഓൾറെഡി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് തന്നെ വിളിച്ചിട്ടില്ലേ, അതായത് നമ്മുടെ വഖഫ് നിയമനത്തിനെതിരെ അത് അംഗീകരിക്കില്ല ആ രീതിയിലാണ് കൊച്ചു കുട്ടികളെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത്. ഇവർക്കുണ്ടല്ലോ ഇവർക്കൊരു കൃഷിയിടമാണ്. ഇവർക്ക് എന്താ പറയുക അടുക്കളയിൽ നിന്ന് കിടപ്പുറയിലേക്കും കിടപ്പുറയിൽ നിന്ന് അടുക്കളയിലേക്കും ഉള്ള ഒരു പാത മാത്രമാണ് ഇവർക്ക് ഈ സ്ത്രീകൾക്കൊക്കെ ഉള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും വരുമ്പോൾ സമരം ചെയ്യാനൊക്കെ ഇവരുടെ സ്ത്രീകളെ ഇതൊക്കെ വേണം. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ എന്താ പറയുക പാലസ്തീനിലെ ഹമാസും തീവ്രവാദികളൊക്കെ ചെയ്യുന്നത്. അത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറിയവന്മാർ 1400 പേരെ കണ്ട ഒരു മ്യൂസിക് കൺസേർട്ടിൽ നുഴഞ്ഞു കയറി കണ്ണിൽ കണ്ടവരൊക്കെ വെടിവെച്ച് കൊന്നു. 1400 പേരോളം എന്ന് കൊല്ലപ്പെട്ടു. അതിനുശേഷമുള്ള തിരിച്ചടിയിലാണ് കുറേ എന്താ പറയുക ഇവന്മാരെയൊക്കെ പട്ടമാക്കി മാറ്റിയത്. അപ്പോൾ ആ സമയത്തേക്ക് ഇവന്മാർ എന്താ ചെയ്യുന്നത്, ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇവന്മാർ കവചമായി ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് ഇവന്മാരുടെ സ്ട്രാറ്റജി. അത് ഇവന്മാരുടെ ഒരു വേൾഡ് വൈഡ് സ്ട്രാറ്റജിയാണ്, ഒരു കോമൺ സ്ട്രാറ്റജിയാണ് ഇവന്മാരുടെ ഈ തീവ്രവാദികളെ. എന്ത് തന്നെയായാലും ഈ SDP നിരോധിക്കാൻ തക്കതായ തെളിവുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കിട്ടി. ഉടൻ തന്നെ ഈ ഡോവലിൻ്റെ ടീം കേരളത്തിലേക്ക് വരും. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കി ഏപ്രിൽ മാസത്തോടുകൂടി SDP നിരോധിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. ഈ സുഡാപ്പികളെ ശല്യം ഇതോടുകൂടി അവസാനിക്കണം. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.